ഇത് യഥാർത്ഥത്തിൽ CPM-ൻ്റെ മസ്തകത്തിന് കിട്ടിയിട്ടുള്ളൊരു അടിയാണ്. അതായത് രാഷ്ട്രീയ ശത്രുക്കളെ കൊടും കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായി കൊല്ലാമെന്നും കൊന്നതിന് ശേഷം തങ്ങൾക്ക് അൺസ്കേത്ഡായി രക്ഷപ്പെടാമെന്നുമുള്ള CPM-ൻ്റെ വിശ്വാസത്തിന് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയ മുഖമടച്ചുള്ള ഒരു അടിയാണിത്. ഇനി CPM രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിയമവ്യവസ്ഥയെ മുഴുവൻ ഈ പറഞ്ഞ പോലെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇപ്പം നേരത്തെ സോയ്മോൻ പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കുന്നവർ അവർക്കെല്ലാ സ്വാതന്ത്ര്യവും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കൊടിസുനിയെക്കുറിച്ച് കേട്ടിരുന്നത്, കൊടിസുനി ജയിലിൽ കിടക്കുന്നത് അവസരമായി ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് കിടന്ന് നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. ഒരു ജീവപര്യന്തം വീട്ടും ജീവപര്യന്തമാകുന്നു. മനസ്സിലാവും. ഇരട്ട ജീവപര്യന്തം ഇനി വരുന്നു. ഈ ഇരട്ട ജീവപര്യന്തത്തിൽ പരോളില്ല എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അത് യഥാർത്ഥത്തിൽ TP വധക്കേസിലും അത് തന്നെയായിരുന്നു. TP വധക്കേസിൽ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള കൊടിസുനി, കിർമാണി മനോജ് മുതലുള്ള ആദ്യത്തെ 3 കുറ്റവാളികൾ, 3 പ്രതികൾ, ആ 3 പ്രതികൾ എന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളികളാണ്. ആ 3 പ്രതികളായിട്ടുള്ള കൊടും കുറ്റവാളികൾക്ക് ഇരയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാന്ന് പോലും കോടതി വിധിയിൽ ജഡ്ജിമാരെ പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. ഈ വിധി വധശിക്ഷയ്ക്ക് മുകളിലാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇനി ജയിലിനുള്ളിൽ തന്നെ ഒടുങ്ങും. 2044 വരെ ആ പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കണം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഈ കാലയളവിൽ അവർക്ക് പരോൾ അനുവദിക്കില്ല. സുപ്രധാന വിധിയാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. KK രമയുടെ കണ്ണീർ പോരാട്ടം വിജയം കാണുമ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും KK രമയുടെ മകൻ 5 ലക്ഷം രൂപയും. എനിക്ക് തോന്നുന്നു ഈ വിധി ഈ കോടതികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, നമുക്കറിയാം കേരളത്തിലും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി ജുഡീഷ്യറിയിൽ ഉള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് തന്നെ മുൻ ചീഫ് ജസ്റ്റിസിനെതിരായി പരസ്യമായി വിമർശിക്കുന്ന ഒരു നില വരെ പോയി. ഭരണകൂടത്തിന് നിയമവ്യവസ്ഥ അടിപ്പെടുകയാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സുപ്രധാനമായിട്ടുള്ള വിധികളൊന്നും തന്നെ കോടതികളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. ആ ചീത്തപ്പേരെല്ലാം ഒറ്റയടിക്ക് കേരളത്തിലെ ഹൈക്കോടതി തൂത്തെറിഞ്ഞു എന്നുള്ളതാണ് ഈ വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളേറെ വേദനിപ്പിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ കൊടിസുനിയും സംഘാംഗങ്ങളും ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളാണ്. അത് TP ചന്ദ്രശേഖരനെ വധിച്ച കാര്യത്തിൽ മാത്രമല്ല, പിന്നീട് ജയിലറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ ഇവർ ഒരു മാഫിയ സംഘങ്ങളെ പോലെ പെരുമാറുന്നു. അവർ കള്ളക്കടത്ത് ജയിലിനുള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നു. ലഹരി ഉപയോഗമടക്കമുള്ള ആരോപണങ്ങൾ അവർ നേരിടുന്നു. പുറത്ത് പരോളിലിറങ്ങുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെക്കുറിച്ചുള്ള കഥകൾ കേട്ട് നമ്മൾ നടുങ്ങിപ്പോയ എത്രയോ അവസരങ്ങൾ. ചില വിവാഹ പാർട്ടികളിൽ പോയി അവർ DJ ഡാൻസ് ചെയ്യുന്ന കാഴ്ച, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഓരോ പ്രതികളെയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് CPM-ൻ്റെ പ്രത്യേക ഘടകങ്ങൾ അവരെ വാരിപ്പുണരുന്ന കാഴ്ച, വലിയ രക്തസാക്ഷി പരിവേഷത്തോടെയാണ് അവർ കൊണ്ടു നടന്നിരുന്നത്. എല്ലാത്തിനും ഒരു ശിക്ഷ തന്നെയല്ലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? സോമൻ, എനിക്ക് തോന്നുന്നത് സോമൻ ഈ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതായത് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്നത് മുതൽ ഈ ശിക്ഷ വിധിക്കുന്നത് വരെ ഈ സംഭവം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ ആദ്യാവസാനം നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് CPM എടുത്തത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലപാതകം തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന, എൻ്റെ വിശദാംശങ്ങളിലൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് ഏറ്റവും പ്രധാനം. ആ കൊലപാതകം നടന്ന ഉടനെ തന്നെ അതിൽ നിന്ന് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾ, അതിനുശേഷം അന്വേഷണ സംഘം വന്നപ്പോഴത്തേക്കും ആ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അന്വേഷണ സംഘാംഗങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും പീഡിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ,
അവസാനം ഈ കേസ് ഈ കേസിൽ വിചാരണ തുടങ്ങുമെന്നുള്ള സമയം വന്നപ്പോഴത്തേക്കും ആ വിചാരണ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, കൂറുമാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രമങ്ങൾ, അത് നടക്കില്ല എന്ന് വന്നപ്പോഴത്തേക്കും പ്രതികൾക്ക് വേണ്ടി ശതകോടീശ്വരന്മാരായിട്ടുള്ള വലിയ അഭിഭാഷകരെ അണിനിരത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ വാദപ്രതിവാദങ്ങൾ നടത്തിയപ്പോഴത്തേക്കും കള്ളത്തരങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനുശേഷം ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നിയമവ്യവസ്ഥയെ മുഴുവൻ ഈ പറഞ്ഞ പോലെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. ഇപ്പം നേരത്തെ സോയ്മോൻ പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കുന്നവർ അവർക്കെല്ലാ സ്വാതന്ത്ര്യവും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കൊടിസുനിയെക്കുറിച്ച് കേട്ടിരുന്നത് കൊടിസുനി ജയിലിൽ കിടക്കുന്നത് അവസരമായി ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് കിടന്ന് നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. ഇന്ന് പ്രതികൾക്ക് വേണ്ടി വാദിച്ച രാമൻപിള്ളയുടെ ഒരു വാദഭാഗമുണ്ട്. ഈ പ്രതികൾ ജയിലിനുള്ളിൽ കിടന്ന് ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തി എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ രാമൻപിള്ള മറുവാദം ഉയർത്തിയത് 12 വർഷം ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് സ്വാഭാവിക ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം, അവർ ബീഡി വലിച്ചതും അവർ മറ്റ് ചില പ്രവർത്തനങ്ങൾ ചെയ്തതൊന്നും വലിയ കുറ്റകൃത്യങ്ങളായി കാണേണ്ടതില്ല, ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. അതെ, അപ്പോൾ അത് ഉന്നയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വധശ്രമത്തിന് കേസ് വന്നു എന്ന് കോടതി ചോദിച്ചതായിട്ട് ഞാൻ. അതെ. അപ്പം കോടതിയിൽ ഇവർ ശിക്ഷിക്കപ്പെട്ട് കിടന്നപ്പോൾ പോലും ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ശ്രമങ്ങളാണ് നടന്നത് മുഴുവൻ. പക്ഷെ കോടതിയുടെ ഒരു ചോദ്യമുണ്ട്, പ്രതികൾക്ക് എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ? ഈ പ്രതികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇവരെ പുറത്തു വിട്ടാൽ സമൂഹത്തിന് അപകടം ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. അതെ. അപ്പം സ്വയം നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ കിടന്ന സമയങ്ങളിലെല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ശൃംഖലയെക്കുറിച്ചിട്ടാണ് സ്വയം നേരത്തെ സൂചിപ്പിച്ചത്. അതായത് വിവാഹത്തിന് പോയി പങ്കെടുക്കുന്നു, അവിടെ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നു, പരോളിൽ ഇറങ്ങിയതിന് ശേഷം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത് ഏതാണ്ട് 30 മാസങ്ങളോളം പരോള് കിട്ടിയെന്നാണ്. രാഷ്ട്രീയത്തിനതീതമായി TPക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, കുമാരൻകുട്ടി എന്ന. അങ്ങ് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്തിരുന്നു. KK രമയുടെ പോരാട്ടത്തിനൊപ്പം ഈ വിധിയുടെ വിജയത്തിൽ നമ്മൾ കുമാരൻകുട്ടിയെയും കൂടി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിന് വരുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. പരോള് കൊടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് CPM തിരഞ്ഞെടുക്കുന്നു. ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു പ്രതിയെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, കാരണം അയാൾ അക്യൂസ്ഡാണ്. പക്ഷേ നിയമവ്യവസ്ഥ കുറ്റവാളിയാണെന്ന് കണ്ടുപിടിച്ച് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. അയാൾ മരിച്ചപ്പോൾ അയാൾക്ക് വീരോചിതമായിട്ടുള്ള മരണാനന്തര ഇത് നൽകി അയാളെ അനുമോദിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊലപാതകം നടന്ന സമയം മുതൽ ശിക്ഷ കിട്ടി ജയിലിൽ കിടന്നതിന് ശേഷം വരെയുള്ള ഘട്ടങ്ങളിലെല്ലാം ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി നടന്ന നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വിധി പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ജീവപര്യന്തം വീണ്ടും ജീവപര്യന്തമാകുന്നു. മനസ്സിലാവും. ഇരട്ട ജീവപര്യന്തം ഇനി വരുന്നു. ഈ ഇരട്ട ജീവപര്യന്തത്തിൽ പരോളില്ല എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പരോളാണ്. പരോൾ കൊടുത്തിട്ട് ഇറക്കി അങ്ങ് വിടുകയാണ്. അപ്പോൾ അതും കോടതിയുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇനി പരോളില്ലാത്ത ജീവപര്യന്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്തിനാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് ആ ജുഡീഷ്യറി ഇവിടെ അസർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ജുഡീഷ്യറി ഉണ്ടാക്കിയെന്നുള്ളത് ഇനിയൊരു നമ്മളൊരു മറുപടിക്ക് കാണണ്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് സോയ്മൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കുമാരൻകുട്ടി എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ കുറിച്ചിട്ട്. സാധാരണ ആളുകൾ ധരിക്കും ഈ പ്രോസിക്യൂഷൻ വാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ വാദിച്ചു, ഇടതുപക്ഷ സർക്കാർ
ഈ പ്രതികൾക്കെതിരെ കടുത്ത ശിക്ഷ കിട്ടാൻ വേണ്ടി വാദമുഖമുയർത്തി എന്നാണ് സാധാരണ ജനങ്ങൾ അപ്പോൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാം. സോ പിന്നെ നമ്മൾ കുറച്ച് കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്നത് എന്താ, നിയമത്തിന് പണക്കാരൻ വിലക്കെടുക്കുന്നു, പണം കൊടുത്ത് നിയമത്തിന് വിലക്കെടുക്കുന്നു. മനസ്സിലായോ? പണം കൊടുത്ത് നിയമത്തിന് വിലക്കെടുത്തിട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ രക്ഷപ്പെട്ടു പോകുന്നു. നമ്മളിപ്പോൾ എന്താ കണ്ടത്, 2017 പിണറായി വിജയന് വേണ്ടി ഹരീഷ് സാൽവെ വന്ന് വാദിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയുടെ പോലും അഭിഭാഷകൻ പിണറായി വിജയന് വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദിക്കുന്നതായ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് ലക്ഷക്കണക്കിന് ഇത് മുടക്കിയ CS വൈദ്യനാഥൻ, പല കൊലപാതക കേസുകളിലും കേന്ദ്രത്തിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കിയ അഭിഭാഷകരെ കൊണ്ട്. അപ്പം നമ്മുടെ കേസിലടക്കം അതെ, അപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന രൂഢമൂലമായിക്കൊണ്ടിരുന്ന ഒരു വാദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം വലിയ പണക്കാരായിട്ടുള്ള വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് വാദിപ്പിച്ച് പിന്നെ കുറ്റം ചെയ്തവർക്ക് അനുകൂലമായി വിധിയും കൊണ്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നായിരുന്നു നമ്മുടെ ധാരണ. അത് യഥാർത്ഥത്തിൽ TP വധക്കേസിലും അത് തന്നെയായിരുന്നു. TP വധക്കേസിൽ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള കൊടിസുനി, കിർമാണി മനോജ് മുതലുള്ള ആദ്യത്തെ 3 കുറ്റവാളികൾ, 3 പ്രതികൾ, ആ 3 പ്രതികൾ എന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളികളാണ്. ആ 3 പ്രതികളായിട്ടുള്ള കൊടും കുറ്റവാളികൾക്ക് ഇരയുമായി യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാന്ന് പോലും കോടതി വിധിയിൽ ജഡ്ജിമാരെ പറഞ്ഞു. രാമൻപിള്ളയുടെ തന്ത്രപരമായ ഒരു വാദമുഖം ഈ പ്രതികളെ സംശയത്തിന് ആനുകൂല്യം നൽകി രക്ഷിക്കാൻ വേണ്ടി ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കോടതി പരിശോധിക്കണമെന്ന്. അതെ, അപ്പം അതിലൊക്കെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സോയ്മാനെ, ഈ കൊലപാതകം ചെയ്ത ആദ്യത്തെ 3 കുറ്റവാളികൾ, ആ 3 കുറ്റവാളികൾക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും പണച്ചെലവുള്ള ക്രിമിനൽ വക്കീൽ ഹാജരാവുകയാണ്. ഞാൻ പറഞ്ഞു അതിനകത്തൊക്കെ ഒരു അസംബന്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കൊലപാതകം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന 3 കൊടും കുറ്റവാളികൾക്ക് വേണ്ടി രാമൻപിള്ള എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ വക്കീൽ വാദത്തിന് വരുമ്പോൾ ആരാണ് അവർക്ക് പണം കൊടുക്കുന്നത്? CPM അല്ലേ അവർക്ക് പണം കൊടുക്കുന്നത്? അല്ലെ, പ്രതികളുടെ വീടുകൾ സംരക്ഷിക്കുന്നത് ഇപ്പോൾ പാർട്ടിയാണ്. അതെ, അല്ല അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാം. കാരണം ഈ പ്രതികളെ മാത്രമല്ല, എല്ലാ കൊലക്കേസിലെയും പ്രതികളെ ഒരാട്ടി. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ എന്താണ്, നിയമം പണമുള്ളവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. പണമുണ്ടെങ്കിൽ ഏത് കൊലപാതകയും, ഏത് വൃത്തികെട്ടവനെയും, ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും, ഏത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നടത്തുന്നവന് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കുമാരൻകുട്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഞാൻ കുമാരൻകുട്ടി വക്കീലിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആ മനുഷ്യന് സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പ്രശ്നമായിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്തെന്തോ ദേവമാത എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു കോളേജോ അവരെ കണ്ട് വന്നു കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചത്തിലാണ് അവിടുന്ന് അയാൾക്ക് വിദ്യാഭ്യാസം നേടാനും ബിരുദം നേടാനും കഴിഞ്ഞത്. ആ ബിരുദം നേടിയ അയാൾക്ക് NSS ഈ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിൽ അവിടെ എങ്ങാണ്ട് ജോലി കിട്ടി. ആ ജോലി കിട്ടിയ അയാൾ എന്ത് ചെയ്തു, അയാൾ ആ ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. അന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് 150 രൂപ ശമ്പളമുള്ള ജോലിയാണ് കിട്ടിയത്. ആ ജോലി തൃപ്തനാകാതെ അയാൾ അതിൽ നിന്ന് രാജിവെക്കുകയും വീട്ടുകാർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തു. അയാൾ എന്നിട്ട് പോയി B.Ed എടുത്തു. B.Ed എടുത്തിട്ട് അയാൾ ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്നൊക്കെ അയാൾ CPM ആണ്. അവിടെ എന്തോ ഒരു ആദർശ വിദ്യാലയം എന്നും പറഞ്ഞിട്ടൊരു സ്കൂളിൽ അദ്ദേഹം അവിടെ പഠിപ്പിക്കാനും അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ചേരുന്നു. അവിടെ വെച്ചാണ് അയാൾ BL എടുക്കുന്നത്. 2 വർഷത്തെ ഒരു കോഴ്സ് പാസ്സാവുന്നു. അതിനുശേഷം അവിടെ തന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ LLB എടുത്തതിന് ശേഷം അയാൾ തിരിച്ച് കോഴിക്കോട് ബാറിൽ വരുന്നു. ഇത്രയേറെ ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന് വേണ്ടി നിസ്വന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ കോഴിക്കോട് ബാറിലില്ലെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 50 വർഷം പൂർത്തിയാക്കിയ അയാളെ ബാർ അസോസിയേഷൻ ഇത് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ ഒരു ശക്തിക്കും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല, ഒരു പണത്തിനും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് KK രമയുടെ വിജയം കൂടിയാണ്. ഞാൻ KK രമയെടുത്ത് ഞാൻ ഈ കുമാരൻകുട്ടിയെക്കുറിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ KK രമ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വലിയ തോതിൽ എനിക്ക് ആവശ്യമുണ്ടായി. KK രമയോട് പറഞ്ഞു, ഷാജഹാൻ അവിടെ എരഞ്ഞിപ്പലം സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർ CK ശ്രീധരനായിരുന്നു. അയാളെ പിന്നീട് CPM വിലക്കെടുത്തു. അയാളായിരുന്നു അയാൾ CK ശ്രീധരൻ വരായിരുന്ന സമയത്തൊക്കെ തന്നെ ആ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കുമാരൻകുട്ടിയാണ്. എന്നാൽ കഴിഞ്ഞ 5 മാസക്കാലമായി ഈ കേസ് ഹൈക്കോടതിയിൽ അപ്പീൽ കിടക്കുകയാണ്. അപ്പീൽ വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയാണ്. CK ശ്രീധരനെ CPM വിലക്കെടുത്തു. എന്നോട് രമ പറഞ്ഞത് ഈ 5 മാസക്കാലവും
തനിക്ക് കിട്ടാമായിരുന്ന ഒരുപാട് സുപ്രധാന കേസുകൾ ത്യജിച്ചിട്ട് എറണാകുളത്ത് നിന്നൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കായിരുന്നു എന്നാണ് ഈ കുമാരൻകുട്ടി പ്രവർത്തിക്കായിരുന്നു എന്നാണ് രമേനോട് പറഞ്ഞത്. ഉജ്ജ്വല പ്രൗഢോജ്വലമായിരുന്നു വാദം എന്നാണ് പറഞ്ഞത്. പല സമയത്തൊക്കെ തന്നെ വളരെ വികാരവിക്ഷുബ്ധനായി അദ്ദേഹം വാദിച്ചു. എന്ന് മാത്രമല്ലത് എനിക്ക് വേറൊരു വിവരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ വന്ന് അവരുടെ വാദം വായിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോകാറാണ് പതിവ്. കുമാരൻകുട്ടിയുടെ ഏറ്റവും ശക്തമായ വാദമുഖം ഇന്ന് കോടതിയിൽ മുഴങ്ങിക്കേട്ടത് ഇത് പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൽ നടന്ന ക്രൂര കൊലപാതകമല്ല, വർഷങ്ങൾ നീണ്ട ആസൂത്രണവും ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ട്. പ്രതികളെ രക്ഷിക്കാൻ എല്ലാ തലങ്ങളിലും ശ്രമങ്ങൾ തുടരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജയിലുകളിൽ നിന്ന് കോടതിക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകൾ അത്രയും കൃത്രിമത്വം നിറഞ്ഞതാണ്, യാഥാർത്ഥ്യവുമായി നീതി പുലർത്താത്തതാണ്. ആ വാദമുഖത്തോട് 100% യോജിക്കുന്ന കോടതി ഇത് സത്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ രാമൻപിള്ള അയാളുടെ വാദം കഴിഞ്ഞാൽ അയാൾ അടുത്ത കോടതിയിലേക്ക് വരെ പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ആ പ്രഗത്ഭനായിട്ടുള്ള വക്കീലായിട്ടുള്ള രാമൻപിള്ള കുമാരൻകുട്ടി എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൻ്റെ വാദം നടക്കുന്ന സമയത്ത് മുഴുവൻ ഹൈക്കോടതിയിൽ ഹാജരാവുകയും ഇയാളുടെ വാദം കേൾക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയാണ് എന്ന് പറയുമ്പോൾ നയാ പൈസയുടെ ഗുണം ഈ പിന്നെ റെമ്യൂണറേഷൻ ഈ ഗവൺമെൻറ് വന്നിട്ട് കുമാരൻകുട്ടിക്ക് കിട്ടിയതായിട്ട് കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസാണല്ലോ. എന്നിട്ട് പോലും കുമാരൻകുട്ടി കഴിഞ്ഞ 5 മാസക്കാലം നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള സേവനമാണ്, നിസ്തുലമായിട്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്. ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നമ്മൾ കുമാരൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് അങ്ങ് പറഞ്ഞത് ചേർത്ത് വയ്ക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ലക്ഷങ്ങൾ നൽകി വിലക്കെടുക്കുന്ന അഭിഭാഷകരെ ടി പിക്ക് വേണ്ടി ഹാജരാക്കിയില്ല, മറ്റ് പ്രഗത്ഭ അഭിഭാഷകരുടെ പിന്നാലെ പോയില്ല. ഒരു കുമാരൻകുട്ടിയിൽ എല്ലാം വിശ്വസിച്ച് നമ്മൾ കാത്തിരുന്നു. അത് വലിയ വിജയത്തിലുമെത്തി. തൊട്ടപ്പുറത്ത് രാമൻപിള്ളയാണ്. അതെ, അതായത് ഞാൻ രമയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുമാരൻകുട്ടി എന്ന് പറഞ്ഞ അഭിഭാഷകനിൽ നിങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നതിൽ നിങ്ങൾക്കൊരു ടെൻഷനില്ലായിരുന്നു ചോദിച്ചപ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ആറംബിക്ക് ഇയാൾക്ക് പിന്നെ റെമ്യൂണറേഷൻ കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല, ഒന്നും കൊടുത്തില്ല എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, നേരത്തെ സോയിമൻ പറഞ്ഞ പോലെ ടി പി കേസായതുകൊണ്ട് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഈ പ്രോ ബോണോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം വെച്ചാൽ ഈ വലിയ കേസുകളൊക്കെ ഇതുപോലുള്ള കേസുകൾ, സാമൂഹ്യ പ്രധാനമുള്ള കേസുകൾ പൈസ മേടിക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വക്കീലന്മാർ വരുമായിരുന്നു. ഞാൻ പോലും യഥാർത്ഥത്തിൽ ഈ അപ്പീല് വാദം ഈ കുമാരൻകുട്ടി വക്കീലിനെ മാത്രം ഏൽപ്പിച്ചാൽ എന്താകുമെന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഈ വസ്തുത. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കേസ് ഈ അപ്പീൽ ജയിച്ചതിന് ഈ ഇരട്ടി ജീവപര്യന്തമൊക്കെ കൊടുത്തതിനും ഒരേ ഒരാളെ മാത്രമേ നമുക്ക് അനുമോദിക്കാൻ കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ പണക്കാരൻ കാശ് കൊടുത്തുകൊണ്ട് നിയമം കഷത്തിൽ ചുരുട്ടി മടക്കി വെച്ചുകൊണ്ട് പോകും എന്നുള്ള ധാരണയ്ക്ക് കൂടി വലിയൊരു തിരിച്ചടി, പോസിറ്റീവായിട്ടുള്ളൊരു തിരിച്ചടി ഇത് ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതികൾ എന്തിനാണ് ഭരണഘടന വിഭാവനം ചെയ്തത് എന്നുള്ളത് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും CPM എന്ന് പറഞ്ഞ പാർട്ടി ഇനി മുതിരില്ല. ഒറ്റ മിനിറ്റോടെ സ്വയമാണ്. ഇത് യഥാർത്ഥത്തിൽ CPMൻ്റെ മസ്തകത്തിന് കിട്ടിയിട്ടുള്ളൊരു അടിയാണ്. അതായത് രാഷ്ട്രീയ ശത്രുക്കളെ പിന്നെ കൊടും കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായി കൊല്ലാമെന്നും കൊന്നതിന് ശേഷം തങ്ങൾക്ക് അൺസ്കേത്ഡായി രക്ഷപ്പെടാമെന്നുമുള്ള CPMൻ്റെ വിശ്വാസത്തിന് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയ മുഖമടച്ചുള്ള ഒരു അടിയാണിത്. ഇനി CPM രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് രാവിലെ കൊച്ചിയിൽ വെച്ചിട്ട് KK രമ കേരളത്തോട് പറഞ്ഞു, ആരുടെയും ജീവൻ എടുക്കണം എന്നത് തൻ്റെ നിലപാടല്ല, പക്ഷേ ഈ പ്രതികൾ ഇനി ജയിലിന് പുറത്തിറങ്ങരുത്, അവർ പുറത്തിറങ്ങിയാൽ പലരുടെയും ജീവൻ അപകടമാണ്. രമയുടെ കണ്ണീർ വാക്കുകൾ പൂർണ്ണമായി കോടതി വിധിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു, അതിൻ്റെ വേദന തിരിച്ചറിയുന്നു. കോടതി നീതി ശരി അതുതന്നെയാണ് വിധിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സ്വയമന ഈ കോടതി വിധിയുണ്ടല്ലോ, ഇത് 155 പേജുള്ള കോടതി വിധി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അമർത്യസെൻ്റെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ഈ കോടതി എഴുതിയ ന്യായാധിപന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ്
ഈ രാഷ്ട്രീയ കൊലപാതകം ആരാണ് നടത്തിയത്, എന്തിനാണ് നടത്തിയത്, എങ്ങനെയാണ് ഈ പ്രതികളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടന ലംഘിച്ചത്, ഈ പ്രതികൾക്ക് മുന്നിൽ എങ്ങനെ മുട്ടുമടക്കിയാണ് ഭരണകൂടം നിന്നത്, ഇതൊക്കെ ഇതെഴുതിയ ന്യായാധിപന്മാരുടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 30 മാസക്കാലം ഈ പ്രതികൾ പരോളിലായിരുന്നു. 30 മാസക്കാലം. രാമചന്ദ്രൻ എന്ന പ്രതിക്ക് ഒരുവിധ കുറ്റബോധവുമില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു. എന്ന് രാമേന്ദ്രൻ തന്നെ പറഞ്ഞതാണ്. കുറ്റബോധമില്ല. അപ്പൊ സ്വാഭാവികമായും 30 മാസക്കാലം പരോള് നടത്തിയത് കൊണ്ടാണ് ഇനി ഈ 2 ജീവപര്യന്തം പരോളില്ലാതെ ജയിലിൽ കിടക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാര്യയും 2 മക്കളുമുണ്ട്, കരുണ കാണിക്കണമെന്ന് കോടതിയോട് MC അനൂപ്, 80 വയസ്സുള്ള അമ്മയുണ്ട് എന്ന് കിർമാണി മനോജ്, ഇവരൊക്കെ TP ചന്ദ്രശേഖരൻ ഒരു ഭാര്യയുണ്ടെന്നും മകനുണ്ടെന്നും മറന്നുപോയോ? അല്ല, ഇത് പറഞ്ഞപ്പോൾ ഇതിനൊരു മറുപടി കെ കെ രമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ കെ രമ പറഞ്ഞു TP ചന്ദ്രശേഖരൻ 80 വയസ്സുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ 4 വർഷം മുമ്പ് മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഹൃദയം പൂട്ടിയാണ് മരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രതികൾക്ക് മാത്രമല്ല കൊല്ലപ്പെട്ടയാൾക്കും ബന്ധുക്കളും അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രസ്താവനയും അത് ഓരോ ക്രിമിനലുകളും ഓർക്കേണ്ടതുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് ശരിക്കും ഈ വിധിന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു വാട്ടർ ഷെഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വാട്ടർ ഷെഡാണ് ഈ വിധിന്യായമാണ്. ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ഭാവി തീരുമാനിക്കാൻ പോകുന്ന വിധിന്യായം. ഈ വിധിന്യായമായിരിക്കും ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ഭാവിയിൽ ഒരു പാഠപുസ്തകമാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അർത്ഥത്തിൽ ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ജഡ്ജിമാർ, ആ ജഡ്ജിമാരെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവർ കേരള സമൂഹത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ളൊരു സേവനം, അതായത് കേരള സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപമായിരുന്നു രാഷ്ട്രീയ കൊലപാതകം എന്ന് നമുക്കറിയാം. എത്രയോ നൂറുകണക്കിന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ കൊടുക്കുന്നു, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനൊരു വലിയ വാട്ടർ ഷെഡ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട വേറെ ചില ആളുകളുണ്ട്, അവരെയും കൂടെ എനിക്ക് ഓർക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് മുകളിൽ ഗൂഢാലോചനയൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോയില്ല എന്ന് പറയുമ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് കാണിച്ചൊരു ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിധിന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടതിക്കൊരവസരം നൽകിയത്. അന്ന് യഥാർത്ഥ പ്രതികളെ പിടിച്ചത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ഇരട്ട ജീവപര്യന്തം കോടതിക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓർക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തിയും ആ ധൈര്യവുമാണ് ഇതിന് കാരണമായത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയും നന്ദിയോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്മരിക്കുകയും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. KM ഷാജഹാൻ ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം മൃതദേഹം കാണാനായ വീട്ടിലെത്തുമ്പോൾ മുഖത്തേക്ക് നോക്കുന്നു. മുഖത്തിൻ്റെ രൂപമില്ല, 51 വെട്ടുവെട്ടി അങ്ങേയറ്റം വികൃതമാക്കപ്പെട്ട ഒരു മനുഷ്യരൂപം. പിന്നെ നമ്മൾ കേൾക്കുന്നത് മുടക്കോഴി മലയിൽ ഒളിച്ചിരിക്കുന്ന കൊടിസുനി അടക്കമുള്ള കൊടും ക്രിമിനലുകളുടെ കഥയാണ്. അവരെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഷൗക്കത്ത് അലി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ അന്നത്തെ വീര ഇടപെടലുകൾ. ഒടുവിൽ നീതി നടപ്പായി എന്ന് തന്നെ കേരളം ആശ്വസിക്കുന്നു. ഇത് CPMനുള്ള ഒരു താക്കീത് തന്നെയല്ലേ? സോമനെ, യാതൊരു സംശയവുമില്ല. ഈ വിധി ശരിക്കും ഈ വിധി വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു യുക്തിബോധമോ കോമൺ സെൻസോ ഉള്ളതാണ് CPM നേതൃത്വമെങ്കിൽ ആ CPM നേതൃത്വം നിരുപാധികം ജനങ്ങളോട് ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ളത്. പക്ഷേ ഈ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് പറഞ്ഞവരും കഴിഞ്ഞ ദിവസം ഈ വിധി വന്നപ്പോൾ അപ്പോഴും ഈ പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞവരും മോഹനം മാസ്റ്ററെ ശിക്ഷിക്കാത്തത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് ജനങ്ങളെ നോക്കി രാക്ഷസീയമായി പല്ലിളിച്ച ഒരു പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ജനങ്ങളോടോ പാർട്ടി അണികളോടോ തെല്ലെങ്കിലും അനുഭാവമുള്ളവരാണെങ്കിൽ ഇവർ സമസ്താപരാധം ഈ കാര്യത്തിൽ പറയുകയും TP ചന്ദ്രശേഖരനെ കൊന്നതിന് ജനങ്ങളോട് ഞങ്ങൾ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ CPM പറയേണ്ടിയിരുന്നത്. പക്ഷേ അവർ അത് പറയില്ല. ഇനിയും ന്യായീകരിച്ച് രംഗത്ത് വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അങ്ങ് TP ചന്ദ്രശേഖരൻ്റെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു ശിക്ഷാവിധി ആ കൊലയാളികൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സോമൻ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിം ചേഞ്ചിങ്ങാണ് സോമൻ. ഇതൊരു ഭയങ്കര പാരഡൈം ഷിഫ്റ്റാണ്.
കാരണം നടക്കാത്ത കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇതുപോലൊരു വിധി വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അന്ന് ചന്ദ്രശേഖരൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ആ മുഖത്തിന് മുന്നിൽ ഞങ്ങളൊക്കെ തലകുനിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും ഇതുപോലൊരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 12 വർഷത്തെ അനുഭവം എന്താണ്? ഈ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ള ഈ പ്രതികൾ ഈ പറഞ്ഞ പോലെ സർവതന്ത്ര സ്വതന്ത്രരായി വിഹരിക്കില്ലായിരുന്നു ഈ സമൂഹത്തിൽ കഴിഞ്ഞ 12 വർഷക്കാലം. ആലോചിച്ച് നോക്ക്. ഈ പി കെ കുഞ്ഞനൻ മാത്രമല്ല, കെ സി രാമേന്ദ്രനൊക്കെ ടോട്ടലി ഫ്രീ ബേർഡായിട്ട് നടക്കില്ല ഇപ്പോഴും പുറത്ത്. അതുപോലെ ഈ മുഹമ്മദ് റാഫി ആയിക്കോട്ടെ, പിന്നെ കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജയിലിലായത് അയാൾക്ക് വലിയ ആനുകൂല്യമായി പറഞ്ഞു കേട്ടത്. കോടിക്കണക്കിന് രൂപയാണ് ജയിലിൽ നിന്നുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി ഇതുപോലെ നിഷ്ഠൂരമായൊരു കൊലപാതകം നടക്കുക, ആ കൊലപാതകത്തിൽ ന്യായമായ ഒരു ശിക്ഷാവിധി ഉണ്ടാവുക, ആ ശിക്ഷാവിധി ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികൾ സർവതന്ത്ര സ്വതന്ത്രരായി നടക്കുക. ഇതാണ് കഴിഞ്ഞ 12 വർഷം നമ്മൾ കണ്ടത്. പക്ഷേ ആ 12 വർഷം കഴിഞ്ഞിട്ട് പോലും അർഹിക്കുന്ന ഒരു വിധി ഒരു നീതിപീഠത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആവേശം തരുന്നൊരു വിധിയാണ്. എന്താ കാരണം? പിണറായി വിജയൻ അങ്ങനെ ഇരിക്കും, പിണറായി വിജയൻ അങ്ങനെ ഭരിക്കും, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ ഒരു നീതിയും നടക്കാൻ പോകുന്നില്ല, ഇവിടെ അനീതി കുടികുത്തി വാഴും എന്ന് പറയുന്ന ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. സാധാരണ നീ ഒന്നും സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടെ ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ചിന് കിട്ടിയ ഒരു അടിയാണിത്. ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം, ഞങ്ങളുടെ പോരാട്ടം ശക്തമായും അചഞ്ചലമായും വിട്ടുവീഴ്ചയില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ആവേശം തന്ന വിധി എന്ന് മാത്രമല്ല, സത്യം ജയിക്കും എന്നും എന്നായാലും സത്യം ജയിച്ചേ യുദ്ധം അവസാനിക്കൂ എന്നുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരൻ്റെ ആ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള മുഖത്തിന് മുമ്പിൽ നിന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമം, അതിനുള്ള ഒരു പകരം വീട്ടൽ കൂടിയാണ് ഇന്ന് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ വിധിന്യായം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ പറയുന്നതിൽ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും ടി പിയുടെ ഒരു അടുത്ത സുഹൃത്തെന്നുള്ള നിലയിലും എനിക്ക് യാതൊരു മടിയില്ല. പ്രതികളോടാണ് ഒരു ചോദ്യം കോടതി ചോദിച്ചതെങ്കിലും അത് ചെന്ന് തറയ്ക്കുന്നത് പാർട്ടിയുടെ നെഞ്ചിൽ തന്നെയാണ്. ഈ പ്രതികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു നവീകരണത്തിന് സാധ്യതയുണ്ടോ? അത്തരമൊരു സാധ്യതയ്ക്ക് ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ പറ്റുമോ? ഈ ചോദ്യമാണ് പ്രതികൾക്ക് നേരെ ഇന്ന് കോടതി ചോദിച്ചത്. കെ സി രാമചന്ദ്രൻ ഒരു വാഹനം അറേഞ്ച് ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ എന്ന പ്രതിഭാഗം അഭിഭാഷകൻ്റെ വാദത്തോട് കോടതി നിശ്ചിതമായി പ്രതികരിച്ചിരുന്നു. അതെന്താ ചെറിയ കാര്യമാണോ? കോടതിക്ക് വ്യക്തമായ ആ വിധിന്യായത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. അതുതന്നെയാണ് ആദ്യാവസാനം നിഴലിച്ചിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് കടന്നു ചെല്ലുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, ചോദിച്ചാൽ സുപ്രീം കോടതിയിലേക്ക് അവർ പോകുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഈ പറഞ്ഞ പോലെ അസർട്ടീവായിട്ടുള്ള അസന്നിഗ്ധമായിട്ടുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺഈക്വോക്കലായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പം സെഷൻസ് കോടതിയും ജീവപര്യന്തം ശിക്ഷിച്ചുവെങ്കിലും സെഷൻസ് കോടതിയുടെ ആ വിധിന്യായത്തിൽ പോലും പല ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഢാലോചന സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഈ ഡിവിഷൻ ബെഞ്ച് ഈ വിധിന്യായത്തിൽ പറയുന്നത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കൊലപാതകവും ഗൂഢാലോചനയും തമ്മിൽ ബന്ധപ്പെടുത്താനാണ് സെഷൻസ് കോടതി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ സെഷൻസ് കോടതിക്ക് ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ട്. കൊലപാതകവും ഗൂഢാലോചനയും മാത്രമായിട്ടല്ല ബന്ധപ്പെടുത്തേണ്ടത്, കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളും ഗൂഢാലോചനയുടെ പരിധിയിൽ വരണം. അതാണ് ഈ വ്യത്യാസം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ പ്രസംഗമൊന്നും അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ശരിക്കും ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ ഏറ്റവും വലിയൊരു അന്തസ്സത്തെ എന്ന് പറയുന്നത്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ സെഷൻസ് കോടതി വിധിച്ചെങ്കിലും അതിനകത്തുണ്ടായിരുന്ന ലൂപ്പ് ഹോളും കൂടെ കണ്ടുപിടിച്ച് ശിക്ഷ കിട്ടേണ്ട മുഴുവൻ ആളുകൾക്കും ശിക്ഷ കൊടുത്തത്. അതാണ് കെ കെ കൃഷ്ണനും ജിയോജി ബാബു. കെ കെ കൃഷ്ണൻ്റെത് പറഞ്ഞതെന്താ?
കെ കൃഷ്ണൻ നടത്തിയിട്ടുള്ള ആ തല പൂക്കുറ്റി പോലെ ചെതറുമെന്ന് പറഞ്ഞ പ്രസംഗം ഉണ്ടല്ലോ, പൂക്കല പോലെ തല ചെതറും, ആ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ കൃഷ്ണനെ അതിനകത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ജിയോജി ബാബുവും ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ തെളിയിച്ചു. രണ്ടുപേർക്കും പ്രായമായി എന്ന വാദമാണ് ഉന്നയിച്ചത്. എന്നിട്ട് പോലും അവർക്ക് ജീവപര്യന്തം കിട്ടി. മനസ്സിലായി, 73 വയസ്സായിരുന്നു കെ കൃഷ്ണൻ. ഇനി ജയിലിൽ വെച്ച്. അതെ. അപ്പോൾ എന്താണ് ഈ രണ്ട് വിധിന്യായങ്ങളുടെയും പ്രത്യേകത സോയ്മോനെ? സെഷൻസ് കോടതി തന്നെ ജീവപര്യന്തം കൊടുത്തു. ജീവപര്യന്തം കൊടുത്തെങ്കിലും ആ ജീവപര്യന്തം കൊടുത്ത സെഷൻസ് കോടതി വിധിന്യായത്തിലുള്ള ലൂപ്പ് ഹോൾസും കൂടി ഡിവിഷൻ ബെഞ്ച് അടച്ചു. മനസ്സിലായോ? സുപ്രീം കോടതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി സുപ്രീം കോടതിയുടെ പടിവാതിൽക്കലേക്ക് പോലും ഈ വിധിയുമായി പോകാൻ പറ്റില്ല. അവർ സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും എനിക്ക് അവസാനമായി പറയാനുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായ ഇപ്പം ഞാനൊക്കെ പറയട്ടെ, ഇപ്പം ജയശങ്കരൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ജയശങ്കരൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകനെ ഞാൻ വേറൊരു വിധിയുടെ കാര്യത്തിൽ ഞാൻ വിമർശിച്ചു. ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരെ വേറൊരു വിധിന്യായവുമായി ബന്ധപ്പെട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ്. അന്നും പറയാൻ എനിക്ക് യാതൊരു മടി. പക്ഷേ ആ വിമർശനങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദാറ്റ് ക്രിറ്റിസിസം, ആ വിമർശനം ഞാൻ ഉന്നയിച്ചെങ്കിൽ പോലും എ കെ ജയശങ്കരൻ നമ്പ്യാരും രണ്ടുപേരും ഡോക്ടർമാരാണ് കേട്ടോ, രണ്ടുപേരും നടത്തിയിട്ടുള്ള ഈ വിധിന്യായം ഹൈക്കോടതിയിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കേണ്ടതും എക്കാലത്തേക്കും ഓർമ്മിക്കേണ്ടതും ഇനി ഒരുപക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പര അവസാനിപ്പിച്ചതുമായിട്ടുള്ള വിധിന്യായമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ 1% പോലും നമുക്ക് സംശയത്തിന് വഴിയില്ല. വളരെ നന്ദി, നമസ്കാരം. നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.